ഇതെല്ലാം സ്വധാംന സ്വന്തം വൈഭവത്താൽ സഞ്ജീവയതി. ആരാണോ വീണ്ടും ഉണർത്തുന്നത്, ഉള്ളിൽ നിറഞ്ഞു നിന്ന് ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ മുഴുവൻ ആരാണോ ഉണർത്തുന്നത്, ഉണർത്തി അതിനെ നിലനിർത്തുന്നത്, വീണ്ടും ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്നത്, അങ്ങനെയുള്ള ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പ്രാണനിലും പ്രാണനായിരിക്കുന്ന പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, ആ പുരുഷനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ജോലിയാണോ, പണമാണോ, അച്ഛനാണോ, അമ്മയാണോ? ആണോ? എപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യം പോയാൽ പിന്നെ നമുക്കിവിടെ നിലനിൽപ്പില്ല. ഉണ്ടോ? പിന്നെ ഇത് വിറക് പോലെ കത്തിച്ച് കളയാൻ പറ്റുന്നൊരു സാധനം. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ യാവൽ പവനോ നിവസതി ദേഹേ താവൽ പ്രച്ഛതി കുശലം ഗേഹേ ഗതവതി വായോ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരാളോട് വർത്തമാനം പറയണമെങ്കിൽ, മറ്റുള്ളവരോട് ഇടപഴകണമെങ്കിൽ ഈ ശരീരത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞിരുന്നേ പറ്റുള്ളൂ. ആ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദിവസവും രാവിലെ എണീക്കുന്നത്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, വീണ്ടും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ശക്തികളൊക്കെ നശിക്കാതെ സംരക്ഷിതരായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്നതിന് നമ്മുടെ പൂർവികന്മാർ നിർവചനം പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തുകയും ഉണർന്നതിനെ പ്രവർത്തിപ്പിക്കുകയും വീണ്ടും അതെല്ലാം ഉറങ്ങുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് തരുന്ന ശക്തിയല്ല ഈശ്വരൻ. കേൾക്കൂ, വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. പ്രാർത്ഥിക്കുന്നത് തരുന്ന ശക്തിയല്ല ഈശ്വരൻ. നമ്മളെ ഉണർത്തിയതിനെ പ്രവർത്തിപ്പിച്ച് വീണ്ടും ഉറങ്ങുമ്പോൾ നിലനിർത്തുന്ന, അതാണല്ലോ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് പരമകാരണമായിരിക്കുന്നവൻ ഈശ്വരൻ. പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ മനസ്സ്, ശരീരം, ഇതിനെയാണ് പ്രകൃതി പറയുന്നത്. അപ്പം അതിനും പരമമായിരിക്കുന്നവൻ എന്നുള്ള ശബ്ദം കൊണ്ട് അങ്ങനെയൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനെ ഉണർത്തുന്നത് നമ്മളാണോ? ആണോ? ഈ ശരീരത്തിലേക്ക് വായു എത്തിക്കുന്നത് നമ്മളാണോ? ഭക്ഷണം ദഹിപ്പിക്കുന്നത് നമ്മളാണോ? ഇതിനൊന്നും ചോദ്യത്തിന് നമ്മളല്ല എന്നുള്ള ഉത്തരം തന്നെ വരും. അപ്പോൾ പിന്നെ ആര് ചെയ്യുന്നു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അപ്പം അത് തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനോട് വേണം ആദ്യം നന്ദി പറയാൻ. നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് മുമ്പ്, നമസ്കാരം എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഭഗവാനെ എന്നെ ഉണർത്തിയതിന് അങ്ങയോട് നമസ്കാരം. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ നന്ദിയില്ലാത്തവരായി തീരാറുണ്ട്. മറ്റുള്ളവർ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ നിങ്ങൾ ഉടനെ എന്ത് പറയും? താങ്ക്സ്. നമ്മൾ പറയുന്നൊരു വാക്കാണ് താങ്ക്സ്. അപ്പം നിങ്ങളുടെ കേർട്ടസിക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ഗ്ലാസ് പിടിക്കാൻ കൈ തന്നവനോട് നമ്മൾ എന്ത് പറയണം? എത്ര താങ്ക്സ് പറയണം? ഒരു താങ്ക്സ് മതിയോ? ഇനി ആ കൈ പൊക്കാൻ ശക്തി തന്നവനോട് എന്ത് പറയണം? താങ്ക്സ് പറയണ്ടേ? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ വയസ്സാകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ താങ്ക്സ് പറയേണ്ടതായിരുന്നു എന്ന്. കാരണം ചിലതൊന്നും പൊങ്ങിയാൽ താഴില്ല. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവരോടൊന്നും ആയിരുന്നില്ല താങ്ക്സ് പറയേണ്ടത്, ഇത് പൊക്കാൻ എന്നെ സഹായിച്ചൊരു ശക്തി വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിപ്പം മനസ്സിലാവില്ല. അതായത് കണ്ടുപഠിക്കില്ല, നമ്മൾ കൊണ്ടേ പഠിക്കില്ലോ. കണ്ണുപോയാലേ കണ്ണിൻ്റെ മഹത്വം അറിയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ടാണ് വയസ്സാകും തോറുണ്ടല്ലോ ഇനി ഗുരുവായൂരപ്പനെ ഉള്ളൂട്ടോ ശരണമെന്ന്. കാരണം എപ്പോഴാണ് മനസ്സിലായത് ഗുരുവായൂരപ്പനെ? എന്നാൽ ആദ്യമൊക്കെ ആണെങ്കിലോ ഏത് ഗുരുവായൂരപ്പൻ, മിണ്ടാതിരിക്കാൻ പറയും. ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് മെനക്കെട്ടുണ്ടാക്കിയിട്ട് ഞാൻ ഇനി ഒരു ഗുരുവായൂരപ്പന് ക്രെഡിറ്റ് കൊടുക്കേ? ഗുരുവായൂരപ്പനൊരു വിലയില്ല. പിന്നെ 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 അനുഭവം കൊണ്ട് മനസ്സിലാവും 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ. അതൊക്കെ മനസ്സിലാവുമ്പം തണ്ടിലേറുമ്പോഴാണ് മനസ്സിലാവുക ഇപ്പം തണ്ടൊക്കെ പോയി എന്നുള്ളത്.
അതുവരെ മനസ്സിലാവില്ലത്. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മൾ രാവിലെ എണീറ്റ് ഭഗവാനെ ഒന്ന് സ്മരിച്ചുകൊണ്ട് മനസ്സിൽ പറയണം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ, അവിടുത്തെ ഒരു കാരുണ്യവും അവിടുത്തെ ഒരു ദയയും അവിടുത്തെ ഒരു വാത്സല്യവും അവിടുത്തെ ഒരു സാന്നിധ്യവും എന്നിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന എനിക്ക് ഉണരാൻ സാധിച്ചത്, എനിക്ക് എൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഉറങ്ങുമ്പോഴും എന്നെ സംരക്ഷിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് എപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. വാസ്തവത്തിൽ അങ്ങേ ഉള്ളൂ എനിക്കൊരു ബന്ധുവായിട്ട്. അപ്രകാരമൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ഭഗവാനോടുള്ള പ്രേമം രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഉറപ്പിച്ചു കൊള്ളണമെന്ന് പറയാണ്. എന്നിട്ട് ഉണ്ണി പറയുന്നു, അങ്ങാണെങ്കിലോ ഏകസ്ത്വമേവ ഭഗവൻ ഇതമാത്മശക്തിയാ മായാക്കയോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനവിശ്യപുരുഷ സതസൽ ഗുണേഷു നാനേവദാരുഷു വിഭാവസുവൽ വിഭാസി ത്വം ഏകസ്ത്വം. അവിടുന്ന് ഏകനാണ് എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ഏകം മാത്രമാണ്. ആത്മശക്തിയാ മായാഖ്യോരു ഗണയാ മഹദാദ്യശേഷം. അങ്ങ് ഒന്ന് തന്നെയാണ് പലതായി വികസിച്ചിരിക്കുന്നത്. അങ്ങയുടെ പ്രകൃതി അനവധിയാണെങ്കിലും അങ്ങെന്ന് പറയുന്ന പ്രകാശം ഒന്നാണ്, ഇലക്ട്രിക് പവർ ഒന്നാണ്, ഇൻസ്ട്രുമെൻറ്റുകൾ അനവധിയാണ്. ഇതുപോലെ സ്വഭാവങ്ങൾ അനവധിയാണ്, സ്വഭാവങ്ങളും ശരീരങ്ങളും അനവധിയാണ്. പക്ഷേ എല്ലാ സ്വഭാവങ്ങളിലൂടെയും ശരീരത്തിലൂടെയും പ്രവർത്തിക്കുന്ന ആ ശക്തി ഒന്ന് തന്നെയാണല്ലോ ഭഗവാനെ. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഭഗവാനെ, അപ്രകാരമുള്ള അങ്ങ് തൽതത്തയാ വൈനയേതമജഷ്ടവിശ്യം സുപ്തപ്രബുദ്ധൈവനാഥ ഭവൽ പ്രപന്ന തസ്യാപവർഗ ശരണം തവപാദമൂലം വിസ്മര്യതേ കൃതപിതാ കഥമാർത്ഥബന്ധോ. ഭഗവാനെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടുന്ന് തന്നിരിക്കുന്ന ഈ ജ്ഞാനം കൊണ്ട്, ഈ വിവേകം കൊണ്ട് ഇപ്പോൾ ഞാൻ സുപ്തപ്രബുദ്ധ, ഉറങ്ങുന്ന ആൾ ഉണർന്നതുപോലെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഭവൽ പ്രപന്ന, അങ്ങനെയാണ് ശരണം പ്രാപിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഭഗവാനെ, ആ പാദമൂലത്തെ ആരാണ് മറക്കുക? ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ ഭഗവാനെ? അവിടുന്നല്ലേ ഞങ്ങൾക്ക് ഒരു നാഥനായിട്ടുള്ളൂ. വിസ്മരീയതേ, എങ്ങനെ ഞങ്ങൾക്ക് അങ്ങേ വിസ്മരിക്കാൻ സാധിക്കും? അങ്ങ് ഞങ്ങളുടെ ആർത്തബന്ധോ, ഞങ്ങളുടെ ബന്ധു തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഭഗവാനിലേക്ക് മനസ്സ് ഉയരണമെങ്കിൽ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടുമോ? അതിനെന്ത് വേണം? ഭക്തിം മുഹുപ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദമഹദാമലാശയാനം ഏനഞ്ചസോരുൽഭണമൊരു വ്യസനം ഭവാബ്ദിം നേഷേ ഭവൽ ഗുണഗതാമൃത പാനമത്താം. ഭക്തിം മുഹു, അങ്ങനെ ഒരു ഭക്തി മേ പ്രസംഗോത്തൊയി. ഭഗവാനെ, അങ്ങയിലൊരു ഭക്തി, ദൃഢമായൊരു ഭക്തി ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? ഭഗവൽ ഗുണകഥാമൃതപാനമത്താം. ഭഗവൽ കഥകളിലൂടെ അതാരാണോ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അവരോടൊക്കെ കൂടി ചേർന്നുകൊണ്ട് അപ്രകാരം നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ ഒരു വ്യസനം ഭവാബ്ദിം ഏനഞ്ചസോൽഭണ, അതിൽ നിന്ന് നീ ഈശേ, അവർക്കൊരിക്കലും ഭഗവാനെ ഒരു വ്യസനങ്ങളൊന്നും ഉണ്ടാവില്ല. ആരാണോ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുന്നത് അവർക്കെവിടെയാണ് വിഷമങ്ങളും ദുഃഖങ്ങളും? അതെല്ലാം ക്രമേണ ക്രമേണ ഇല്ലാതെ തീരണമല്ലോ. അതിനൊരു സുഹൃതം വേണം. അതാണ് കുട്ടിക്കാലത്തെ നമുക്ക് വേണ്ടത്. നോക്കൂ, ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയണേ, തെറ്റിദ്ധരിക്കരുത്. അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ ഭാഗ്യം വേണ്ടത് സത്സംഗങ്ങൾക്ക് പോകാനാണ്. കാരണം കുട്ടിക്കാലത്തെ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ വഴി തെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, നമുക്ക് വ്യക്തമാവും. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴല്ലോ നമുക്ക് അമ്പലത്തിൽ പോകുന്നത് തന്നെ വ്യത്യാസം വരും. കാരണം പിന്നെ നമ്മൾ വഴിപാട് ചെയ്യാനല്ല അമ്പലത്തിൽ പോവുക. ആ ഒരു അന്തരീക്ഷത്തിൽ, ഒരു പോസിറ്റീവ് എനർജിയുള്ള അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിനെ കുറച്ചു നേരം ഭഗവാനിലേക്ക് തിരിക്കാൻ, ഒരു നാമം ചൊല്ലിക്കൊണ്ട് കുറച്ചു നേരം ഇരുന്നു കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ ഒരു അനുയോജ്യമായൊരു എൻവിറോൺമെൻറ്റ്, ഒരു കൺഡ്യൂസീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ളൊരു കേന്ദ്രമായി മാറും ഏത്? ക്ഷേത്രങ്ങൾ എന്ന് പറയണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രത്തിൽ തൊഴുതു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിലുപരി കുറച്ചു നേരം എല്ലാവരും, എന്നെ സംബന്ധിച്ച് ഞാൻ ഗുരുവായൂരിനെയൊക്കെ ഭാവന ചെയ്യുന്നത് അങ്ങനെയാണ്. ആ വരുന്ന ആളുകളെയൊക്കെ കുത്തനെ നിർത്താതെ ഒരു ഭാഗത്തിരുത്തി
കുറച്ച് നാമം ചൊല്ലി ബാച്ച് ബാച്ചായിട്ട് തൊഴാൻ വിട്ട് അങ്ങനെ പുറത്തേക്ക് കടന്ന പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നല്ലൊരു സംവിധാനം ഉണ്ടാക്കാം. ഞാൻ ഇക്കാര്യത്തിൽ വളരെ ആദരിക്കുന്നത് ഈ സിഖ് സർദാർജിമാരെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗുരുദ്വാരയിലൊന്ന് പോയി നോക്കൂ. അമൃത്സറിൽ അവരുടെ സുവർണക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ വളരെ ആദരവോടെ അവരുടെ കസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം, തലയിൽ കെട്ടണം, അവിടെ ചെന്നിരുന്ന് കുറേ നേരം നാമസങ്കീർത്തനം ചൊല്ലി എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാം. എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ എവിടെ വെച്ചാൽ പോവാം. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരണം. ഈ നേരിട്ട് തൊഴുതു പോകുന്നതിന് പകരം ഒരു ഭാഗത്ത് കുറച്ചു നേരം ഇരുന്ന് നാമസങ്കീർത്തനമൊക്കെ ചൊല്ലി മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തി, ആ ഭഗവാൻ തന്നെയാണ് കൂടെയുള്ളത്, മനസ്സ് വന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിർത്തുന്നത് ഭഗവാനാണ്, എൻ്റെ ഗുരുവായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ബന്ധുവായിട്ടും മിത്രമായിട്ടും എല്ലാമായിട്ടും എപ്പോഴും എൻ്റെ കൂടെയുള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുറപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ അടുത്ത് എന്ന് ആ രൂപത്തെ കാണുമ്പോൾ ഭഗവാനെ ഈ വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യവും ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന ക്ഷേത്രജ്ഞനും ഒന്ന് തന്നെ എന്ന ബോധത്തോടുകൂടി നമസ്കരിച്ചുകൊണ്ട് അങ്ങ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവിടുത്തെ ഒരു ദാസനായിട്ടിതാ പോകുന്നു ഭഗവാനെ എന്നുള്ള ബോധത്തോടുകൂടിയൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതെങ്കിൽ ക്രമേണ നമ്മുടെ മനസ്സ് ആരിലേക്ക് എത്തും? ഭഗവാനിൽ. ഇന്ന് ആ സംവിധാനമാണോ നമുക്ക്? വെറുതെ തിക്കും തിരക്കും, അവിടെ ശത്രു സംസ്കാരം, ഇവിടെ വേറെ സംസ്കാരം. പിന്നെ ഒരു സിദ്ധി എന്താണ്? പൂജ. അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പൂജ, എന്തെല്ലാം ബഹളങ്ങളും. എന്താ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്? അതും ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞില്ലേ ജ്യോതിഷം നോക്കണം അമ്പലത്തിലേക്ക്. കാലാതീതനായ പുരുഷനെ കാലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ജ്യോതിഷ ശാസ്ത്രത്തിന് എങ്ങനെ നിർവചിക്കാൻ പറ്റും? ജ്യോതിഷം എന്ന് പറയുന്നത് കാലത്തിന് വിധേയമായതാണ്. ഗ്രഹങ്ങളൊക്കെ കാലത്തിൻ്റെ പരിമിതിയിൽപ്പെട്ടാണോ കാലാതീതമാണോ? ശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമായി പറയുന്നു, ഈ ഭൂമിക്കും ഒരു ദിവസം മരണമുണ്ട്, സൂര്യനും ഒരിക്കൽ മരണമുണ്ട്. ഇതെല്ലാം ജനിച്ചതാണെങ്കിൽ ഇതെല്ലാം മരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഹുവും കേതുവും ചൊവ്വയും ശനിയും ഇതെല്ലാം മരിച്ചേ പറ്റുള്ളൂ. മരണമുള്ളതൊക്കെ കാലത്തിനതീതമാണോ? ആണോ? എന്നാൽ ഭഗവാനാണെങ്കിലോ കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. കാലദേശങ്ങൾക്ക് അതീതനാണ്. അപ്പം പിന്നെ എങ്ങനെ ഈ ശാസ്ത്രത്തിന് അതിന് നിർവചിക്കാൻ പറ്റുക? നോക്കൂ എന്തൊരു അബദ്ധമാണ് കാണിക്കുന്നതെന്ന്. അതായത് താഴ്ന്ന ഒരു ശാസ്ത്രം ഉന്നതമായൊരു തത്വത്തെ നിർവചിക്കുന്നു. സമ്മതിക്കരുത് നമ്മൾ. ഭഗവാനെ സംബന്ധിച്ച് ഒരു ജ്യോതിഷത്തിൻ്റെയും ആവശ്യമില്ല. ഉത്തരേന്ത്യയിലേക്കൊക്കെ നോക്കൂ നിങ്ങൾ, അവിടെ ഒന്നും ഈ തരത്തിലുള്ള കോപ്രാട്ടിത്തരങ്ങളില്ല. നമ്മുടെ ഈ കേരളത്തിലൊക്കെയാണ് ഇത് വേണ്ടാധീനങ്ങൾ കൂടുതലുള്ളത്. അപ്പം നമ്മളൊക്കെ മാറ്റിയെടുക്കണം ഇത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറകളൊക്കെ വഴിതെറ്റും. ഇതൊക്കെയാണ് വേണ്ടത്. ഉണ്ണി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവാനിലേക്ക് എങ്ങനെ വേണം ഭഗവാനെ തിരിക്കണമെങ്കിൽ ഭഗവൽ ഗുണകഥാമൃത പാനമത്ത. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് വളരെ വ്യക്തമായി. ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ശരീരം കിട്ടുന്നത് ദുർലഭമാണ്. ദുർലഭമായിരിക്കുന്ന ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഗുരുകർണധാരം, ഗുരുവിലേക്ക് മനസ്സിനെ നയിക്കാതെ, ഗുരുക്കന്മാരുടെ അടുത്തേക്ക് മനസ്സ് നയിക്കാതെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ എന്നിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഗീതയിലും പറയും ഭഗവാൻ എന്ത് വേണം? ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാം. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഗുരുക്കന്മാരെ, അതായത് ആചാര്യന്മാരിലൂടെ മനസ്സിനെ അതിലേക്ക് തിരിച്ചുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തണം. അങ്ങനെ നമ്മൾ ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ തേന സ്മരന്ത്യതിരതം പ്രിയമീശമർത്യം ഏ ചാന്നതസ്സുത സുഖൽ ഗൃഹവിത്തദാരാം ഏ ത്വബ്ജനാപവദീയപദാരവിന്ദ സൗഗന്ധ്യലബ്ധഹൃദയേഷു കൃതപ്രസംഗാം. ഭഗവാനെ എപ്പോ പ്രിയം ഈശം, അങ്ങാണ് പ്രിയനെന്ന് മനസ്സിലായോ അന്ന് മനസ്സിലാവും സുതാ സുഹൃൽ ഗൃഹ വിത്തധാരാം നസ്മരന്തി. അവരൊന്നുമല്ല എനിക്ക് പ്രിയപ്പെട്ടവരെന്ന്. അപ്പം ആര് പ്രിയപ്പെട്ടവനാവണം? ഭഗവാൻ പ്രിയപ്പെട്ടവനാവാൻ തുടങ്ങി അന്നു മുതൽ പിന്നെ മറ്റുള്ളവരൊന്നും മനസ്സിൽ പ്രിയപ്പെട്ടവരല്ല, ശരീരത്തിന് പ്രിയപ്പെട്ടവരാണ്. കാരണം അവരൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടവരാണ്. ഏതുമായി ബന്ധപ്പെട്ടവരല്ല? മനസ്സുമായി ബന്ധപ്പെട്ടവരല്ല. അങ്ങനെ ആ ജീവിതമുണ്ടല്ലോ, ഭവതീയ പഥാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗ, അങ്ങയുമായിട്ട് സംഘം ചെയ്യും ആ മനസ്സ്. ഇപ്രകാരം അങ്ങാണെങ്കിലോ നിത്യം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ്ഥാതിപുരുഷോ ഭഗവൻ പ്രതീശ.
യൽബുദ്ധ്യവസ്ഥിതമഗണ്ഡതിയാ സുദൃഷ്ട്യാ ദൃഷ്ടാസിതാവതിമകോ വ്യതിരിക്താസ്തേ. ധ്രുവന് വളരെ വ്യക്തമാണ് ആരാ ഭഗവാൻ. നിത്യമുക്തം, എന്നും മുക്തനാണ്, പരിശുദ്ധനാണ്, വിബുദ്ധമാണ്, ആത്മാവാണ്, കൂടസ്ഥനാണ്, ആദിപുരുഷനാണ് എന്നെല്ലാം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങ് എല്ലാ യജ്ഞങ്ങളിലും യജ്ഞത്തിനെ അനുഭവിക്കുന്നവനായിട്ട് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ് ഭഗവാനെ. അപ്രകാരമുള്ള അങ്ങേ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. എന്നിട്ട് ഉണ്ണിയുടെ ഒരു മോഹം പറയാണ്. ഇതൊക്കെയാണെങ്കിലും ഭഗവാനെ, ഞാനൊരു കുട്ടിയല്ലേ, എനിക്കൊരു മോഹമുണ്ട് എന്ന്. എന്താ മോഹം? സത്യാശിഷോ ഹി ഭഗവൻ തവ പാദപത്മാം ആശിസ്തദാരഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവൻ പരിപാതിദീനൻ വാത്സേവ വത്സകമനുഗ്രഹകാതരോസ്മൻ. എപ്രകാരമാണ് ഒരു പശുക്കുട്ടിക്ക് അമ്മ പാല് ചുരത്തി കൊടുക്കുന്നത്, അതുപോലെ ഭഗവാനെ പുരുഷാർത്ഥമൂർത്തേ ആശിസ്തദാനഭജത, ഞാൻ ആശയോടു കൂടിയിട്ടാണ് അങ്ങയെ ഭജിച്ചിരിക്കുന്നത്, അവിടുത്തെ പാദപത്മങ്ങളെ ഞാൻ ആരാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പശുക്കുട്ടിക്ക് അമ്മ പാല് ചുരത്തി കൊടുക്കുന്നത് പോലെ എനിക്കും ആഗ്രഹങ്ങളാകുന്ന പാല് ചുരത്തി തരണേ ഭഗവാനെ എന്ന്. എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞില്ല, പക്ഷേ മനസ്സിൽ എന്തുണ്ട്? ആഗ്രഹങ്ങളോടുകൂടി ഉണ്ണി ഭജിച്ചിരിക്കണമെന്ന്. ഇത് കേട്ടതും ഭഗവാൻ അത്യന്തം സന്തോഷം വന്നു. ഭഗവാൻ ഉണ്ണിക്ക് വരങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ വരങ്ങൾ കൊടുത്ത് ആ വരങ്ങൾ കിട്ടിയപ്പോൾ എന്താ വരങ്ങൾ എന്ന് പറയോ? ഒന്നാമത്തെ വരം, നാന്യേരധിഷ്ഠിതം ഭദ്ര യദ്ഭ്രാജിഷ്ണുദ്രുവക്ഷിതീ എത്ര ഗൃഹക്ഷതാരാണം ജ്യോതിഷം ചക്രമാഹിതം. സപ്തർഷികളാകുന്ന നക്ഷത്രങ്ങൾ വലയം ചെയ്യുന്ന, നക്ഷത്രവ്യൂഹങ്ങൾ വലയം ചെയ്യുന്ന ധ്രുവക്ഷിതി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ധ്രുവ നക്ഷത്ര പദവി. ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. ഒരിക്കലും നശിക്കാത്ത, മരിക്കാത്ത ധ്രുവ നക്ഷത്രം, തൽക്കാലത്തേക്ക് മരിക്കാത്തത്, ഒരിക്കലും സ്ഥാനം തെറ്റാത്ത ധ്രുവ നക്ഷത്രം. ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയുണ്ട്? ഉണ്ണി മനസ്സുകൊണ്ട് പറയാം, ചത്തുപോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന്, മരിച്ചു പോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ വല്ലതും തരണ്ടേ ഭഗവാനെ. ഉടനെ പറഞ്ഞു, ഷട്രിംശൽ വർഷസാഹസ്രം രക്ഷിതാവ്യാഹതേന്ദ്രിയ. ഉണ്ണി 36,000 വർഷം, അതൊരു പക്ഷേ എക്സാഗ്രേഷൻ ആയിരിക്കാം, 36,000 ദിവസം എടുത്തോളൂ, ഈ ഭൂമിയെ നീ രക്ഷിച്ചോളൂ രാജാവായിട്ട്. ഭഗവാൻ എന്തു കൊടുത്തു? ചക്രവർത്തി സ്ഥാനം. എത്ര വർഷത്തേക്ക്? ലോട്ടറിയിൽ അടിച്ചിരിക്കുന്നത് ആണോ അല്ലേ? നമ്മളാണെങ്കിൽ മേലോട്ടൊരു ചാട്ടം ചാടില്ലേ? എന്നാൽ ധ്രുവൻ ചാടുകയല്ല ചെയ്തത്, കരഞ്ഞു എന്നാണ് ഭാഗവതം പറയുന്നത്. വരം കിട്ടിയിട്ടും കരഞ്ഞ കുട്ടിയാണ് ആര്? ധ്രുവൻ. അതെന്തിനാ കരഞ്ഞത്?